ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരുന്നവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് അഷ്ടമ ഭാവസ്ഥിതി വരുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് 5ാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ 7ാം ശനിയുടേതായിട്ടുള്ള സ്വാധീനതയിൽ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയങ്ങളിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിൽ ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്കും കർമാധിപതിയായിരിക്കുന്നതായ ശനീശ്വരനെയും ഈ വ്യാഴം നോക്കുന്നതിനാലും വിശേഷിച്ച് നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. ഇനി കുടുംബ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിശേഷിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു നവംബർ മാസത്തിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും നവംബർ മാസം 16ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ 5ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും അഷ്ടമഭാവസ്ഥിതി വരുന്നതിനാൽ പഠന വിഷയങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും തളർച്ചകളും വരാതെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് ധാര ചെയ്യുന്നതും പിൻവിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ നല്ലതാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത്.